കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇനി പുതുതായി ഒന്നും ചെയ്യണ്ട. നിലവിലുള്ള സംവിധാനങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി, അതിനെ ക്രോഡീകരിച്ചാൽ മാത്രം മതി. 5 മരണങ്ങളാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പുതിയ സർക്കാർ അല്ലെങ്കിൽ പുതിയ ഭരണസമിതി കയറിയിട്ട് എന്താ ചെയ്തത്? വവ്വാലിന്റെ പ്രജനന കാലഘട്ടത്തിലാണ് ശരിക്കും ഈ നിപ കൂടുതൽ പരക്കുന്നത്. നമ്മുടെ സമൂഹത്തിനകത്ത് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ നാളിതുവരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് വലിയ പരാജയത്തിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. പകർച്ചവ്യാധികൾ ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്ന ഒരു വർഷമാണെന്ന് തോന്നുന്നു ഈ 2026 അല്ലെ. അതായത് ഈ വർഷം മുൻപെങ്ങും കേൾക്കാത്ത രീതിയിൽ, അതായത് കുറെ വർഷമായിട്ട് കേൾക്കാത്ത രീതിയിൽ ഈ പ്രാവശ്യം പകർച്ചവ്യാധികളും അസുഖങ്ങളും ഒക്കെ കൂടുതലാണ്. ഇപ്പൊ ഷിഗല്ല ബാധിച്ച് മരണങ്ങൾ കൂടുന്നു കുട്ടികളുടെ, പിന്നെ നിപ്പ ഒന്ന് സ്ഥിരീകരിച്ച്. അപ്പൊ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പകർച്ചവ്യാധികൾ കൂടിയത് എന്ന് പറയുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം എത്തുന്നതിന് മുന്നേ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു, കൃത്യമായിട്ടത് എല്ലാവരും പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അസുഖങ്ങളും മരണങ്ങളും കുറവായിരുന്നു സംഭവിച്ചു. പക്ഷേ ഇപ്പം മുരളീധരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പായിരുന്നത് കൊണ്ട്, അത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായിരുന്നത് കൊണ്ട് ഒന്നും നടന്നില്ല, തടസ്സപ്പെട്ടു എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവിച്ചു പോയ മരണങ്ങളുടെയും ഇപ്പൊ രോഗത്തിൽ കിടക്കുന്നവരുടെ ഒക്കെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും. അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തന്നെയാണ്. കാര്യം ഇപ്പോ ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇതാണ്, രോഗമാണ്. അപ്പം അങ്ങനെ ഒരു രോഗം ബാധിച്ച് 5 മരണങ്ങളാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിപ ബാധിച്ചിട്ട് ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിപ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് എങ്ങനെയാണ്? അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പലപ്പോഴും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അങ്ങനെ നടത്തുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നീട് ഉണ്ടാകാൻ പോകുന്ന, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല നാടുകളിലും പല സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടുക, അല്ലെങ്കിൽ വെള്ളം ഒഴുകി കൃത്യമായി കെട്ടിക്കിടക്കാതെ ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫിൻ്റെ ആളുകൾ, അതായത് UDF പഞ്ചായത്തും ഒക്കെ ആയിട്ട് ത്രിതല പഞ്ചായത്തിൽ അവർക്ക് മേൽക്കൈ കിട്ടിയിരുന്നു, അവർ തന്നെ അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൂന്ന് വന്നപ്പോഴേക്കും, അതായത് എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചെല്ലാം പുതിയ ആൾക്കാരാണ്, എല്ലാം ഒന്ന് പഠിച്ചു വന്നപ്പോഴേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് മാർച്ചിലോ മറ്റോ ആണ് തെരഞ്ഞെടുപ്പ് എനിക്ക് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു ഡിസംബർ മുതൽ മാർച്ച് വരെ 3 മാസം സമയമുണ്ട്. പഠിക്കാൻ സമയം കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ? എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അത് അവരുടെ ഉത്തരവാദിത്തക്കുറവാണ്. നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭ നമുക്ക് ഉദാഹരണമായിട്ട് ഏറ്റവും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം. ഇത് ഇത്രയും കാലം വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മാലിന്യ കൂമ്പാരമായിട്ടുണ്ട്, വെള്ളം ഒഴുകി പോകുന്നതിന് സൗകര്യങ്ങളില്ല, പലയിടത്തും ഈ വഴിവിളക്കുകൾ പോലും കത്താത്ത, ഈ പറയുന്ന തെരുവുനായ ശല്യം കൂടി നിൽക്കുന്ന ഒരു പ്രദേശമായി അത് മാറിയില്ലേ തിരുവനന്തപുരം നഗരസഭ? എന്ത് ചെയ്തു? പുതിയ സർക്കാർ അല്ലെങ്കിൽ പുതിയ ഭരണസമിതി കയറിയിട്ട് എന്താ ചെയ്തത്? വി രാജേഷ് എന്ന് പറയുന്ന ഒരു മേയർ കയറിയിട്ട് ഇവിടെ ഇപ്പോൾ എന്തോ മലമറിക്കുമെന്നോ ഇവിടെ ബ്ലൂ പ്രിന്റ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആയില്ലല്ലോ. അവിടെയും എല്ലാം തകിടം പറഞ്ഞു. അപ്പം ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ തന്നെയായിരുന്നു. ഇപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾ കയറിയിട്ട് 1 മാസമേ ഉള്ളൂ. 1 മാസമായി, 1 മാസമേ ആയുള്ളൂ എന്നുള്ളതല്ല, 1 മാസമായി. ഇവിടെ 10-15 ദിവസത്തോളവും ആ തെരഞ്ഞെടുപ്പ് വന്നു, 10-15 ദിവസത്തോളവും ഇവർ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്? അല്ലേ? ഇവർക്ക് എന്നാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട, ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം, ഉത്തരവാദിത്തപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കണം, എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കണം. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തു, 102 ഭൂരിപക്ഷം, അതിനകത്ത് ഉടായ്പ വേറെ ഉണ്ട് എന്നുള്ളത് മാറിയിക്കട്ടെ. അപ്പം ഇവിടെ ഈ 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം ജനങ്ങളോട് നിർവഹിക്കാനുണ്ട് എന്നുള്ള തോന്നലാണ് ആദ്യം ഉണ്ടാകേണ്ടത്.
അതിന് ഈ പറയുന്ന മെയ് ജൂൺ മാസങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ട രണ്ട് വിഷയങ്ങളിൽ ഒന്ന് വിദ്യാഭ്യാസവും രണ്ട് ആരോഗ്യവുമാണ്. ഈ രണ്ട് കാര്യങ്ങളിലായിരിക്കണമായിരുന്നു ഏറ്റവും പ്രാധാന്യം ഊന്നൽ നൽകേണ്ടിയിരുന്നത്. അല്ലാതെ വേറെ ഒന്നിലേക്കും ആയിരുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, നിയമസഭ എന്താണ് നിയമസഭ? നിയമസഭയിൽ നടക്കേണ്ടത്, ഇവിടെ നിയമനിർമ്മാണം നടക്കേണ്ട നിയമസഭ, ബില്ലുകൾ പാസ്സാക്കേണ്ട നിയമസഭ. അവിടെ ഇപ്പോൾ കഴിഞ്ഞ സഭ അവസാനിക്കുമ്പോൾ എന്താ നടന്നത്? രാഷ്ട്രീയ ആരോപണങ്ങളല്ലേ. ഭരണപക്ഷം പോലും രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് പോകില്ലേ? അതായിരുന്നില്ല ശരിക്കും വേണ്ടത്. കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ LDF ആണെങ്കിലും ശരി, ഇനി BJP ആണെങ്കിലും ശരി, ഒരു മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇപ്പൊ 31 നടക്കുകയാണ്. പിന്നെ മികച്ച ഭൂരിപക്ഷം കിട്ടി. അവരുടെ അടുത്ത ഉത്തരവാദിത്വം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പെട്ടെന്ന് ഒരു അടിയന്തര അവസ്ഥയ്ക്ക് അനുസരിച്ച് അടിയന്തര പ്രാധാന്യത്തോടു കൂടി നിർവഹിക്കപ്പെടുക തന്നെ വേണം. അതിന്റെ ഉത്തരവാദിത്വം പിന്നെ ഭരണത്തിലേക്ക് കയറുന്നവർക്കാണുള്ളത്. ഇപ്പം UDF അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. UDF ചെയ്യേണ്ട കാര്യമായിരുന്നു മഴക്കാല പൂർവ്വ ഇത് ശരിയാക്കുക. മെയ്യിൽ കയറി, മെയ്യിൽ വേനൽ മഴ എത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, മെയ് മാസം 18-ാം തീയതി സർക്കാർ അധികാരത്തിൽ കയറി. ആ സമയത്തും ഇവിടെ മെയ് മാസത്തിൽ മഴ എത്തിയിട്ടില്ലായിരുന്നു. അതിന് ശേഷമല്ലേ 18-നും 20-നും ഒക്കെ ശേഷമല്ലേ മഴ വന്നു തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന മുരളീധരൻ പറയുന്നതിനകത്തൊരു ബ്ലണ്ടർ ഉണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രോട്ടോകോൾ ഇതുവരെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇലക്ഷൻ നടക്കുന്നവരെ, ഇലക്ഷൻ എന്നാ നടക്കുന്നത്? ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷൻ ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്നു. മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുന്നു. ഇതാണ് കാലാവധി. അപ്പം ഏപ്രിൽ മാസം 9 കൂടി ഇലക്ഷൻ പ്രോട്ടോകോൾ കഴിഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാണ് മഴക്കാല പൂർവ്വ പിന്നെ ശുചീകരണത്തിന് ഇവർക്ക് സാധിക്കാതെ പോയത്? പിന്നെ ഇവിടെ വന്ന് വിജ്ഞാപനം വരുന്നത്, തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള ആ കാലഘട്ടത്തിൽ ഒറ്റ മാസക്കാലം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അതിന്റെ പ്രോട്ടോകോൾ നിലവിലുണ്ടായിരുന്നു. അതിനുശേഷം ഏപ്രിലും മെയ്യും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് സാധിക്കാതെ പോയത്? സാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ സർക്കാർ ഉണ്ടെന്ന് കാവൽ സർക്കാരായിരുന്നു. കാവൽ സർക്കാർ എന്ന് പറഞ്ഞാൽ കാവൽ മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കോളൂ, പിന്നെ മെയ് മാസം 18-ാം തീയതിയാണ് സർക്കാർ രൂപീകരിച്ച് അധികാരത്തിൽ കയറുന്നത്. എന്ത് ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു? ഇവർക്ക് മെയ് 4-നാണ് കിട്ടുന്നത്. വീണ്ടും അത്രയും ദിവസം വൈകിട്ടാണ് ഇവർ കയറുന്നത്. 10 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഡിലേ ആണ്. അപ്പം ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ആകെപ്പാട് ഒറ്റ മാസം മാത്രമാണ് ഇലക്ഷൻ പ്രോട്ടോകോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ബാക്കി ഒരു കാലഘട്ടത്തിൽ ഇലക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടത്താമായിരുന്നു, അതിനും നടന്നിട്ടില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ മന്ത്രി വന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അതങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ഇതിന് ഇവിടെ RRT എന്ന് പറയുന്ന ഒരു പ്രത്യേക റാപ്പിഡ് റെസ്പോൺസ് ടീം കഴിഞ്ഞ ശൈല ടീച്ചറിന്റെ കാലത്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തതാ. റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടി? നിപ്പ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ പറയുന്നല്ലോ നിപ്പ വരുന്നത് ജൂൺ ജൂലൈ മുതൽ ഏകദേശം സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വവ്വാലിന്റെ പ്രജനന കാലഘട്ടത്തിലാണ് ശരിക്കും ഈ നിപ്പ കൂടുതൽ പരക്കുന്നത്. അത് വരുന്നത് ഏപ്രിൽ മാസം മുതൽ അതിന്റെ കണക്ഷൻ തുടങ്ങും. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ എന്ന് പറയും. ഇത് 2 ഘട്ടങ്ങളിലായിട്ടൊക്കെ കയറി വരാറുണ്ട് പലപ്പോഴും. 1-ാം ഘട്ടം 2-ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തതാരാ? ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2018-ലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി നിപ്പ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയൊക്കെ വ്യാപിക്കാം എന്നുള്ളതിനെ കുറിച്ചും വളരെ കൃത്യമായ ഒരു പഠനം നടന്നത് ഈ 18-ലാണ്. അപ്പോൾ ഇപ്പൊ പറയുന്ന ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കാൻ പോവുകയാണ്, ഹൈ പവർ കമ്മിറ്റി. ഈ ഹൈ പവർ കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നേ. ഇതിനൊരു കൃത്യമായി പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ രോഗത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 19 കോർ കമ്മിറ്റികൾ ഉണ്ടാക്കി നമ്മുടെ. അതായത് വീണ ജോർജ് 2021 അധികാരമേറ്റതിനു ശേഷം. എന്നാൽ അതിന് മുൻപ് 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡും കോർ കമ്മിറ്റി ഉണ്ടാക്കി. കോവിഡ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോവിഡ് ആയിട്ടും നിപ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ശാസ്ത്രീയ ചികിത്സാ പ്രോട്ടോകോളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദ്രുത പ്രതികരണ സംഘങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കി.
അത് ഈ പറയുന്ന പോലെ ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് അടക്കമുള്ള പിന്നെ പിന്നെ ഈ സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഹെൽത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു. അത് ഈ രോഗവിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. പിന്നെ ഇതിൽ കൂടാതെ മാനസികാരോഗ്യ പിന്തുണാ സമിതികൾ എന്ന് പറഞ്ഞിട്ട് സമിതികൾ രൂപീകരിച്ചു. ഈ പിന്നെ വിദഗ്ധ സമിതി വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ നിപ പ്രതിരോധത്തിന് വേണ്ടിയിട്ടും പിന്നെ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പിന്നെ നിപ കാര്യത്തിൽ 19 നിപ കോർ കമ്മിറ്റികൾ ഇവിടെ 2021 മുതൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ ഇവിടെ അറിയേണ്ടി വരും. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർവൈലൻസിന് ഉണ്ട്, കോണ്ടാക്ട് പിന്നെ ട്രേസിംഗ് ഉണ്ട്. അതായത് കോണ്ടാക്ട് ട്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, സമ്പർക്ക പട്ടിക ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ, ഹെൽപ്പ് ലൈൻ ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, ഡേറ്റ മാനേജ്മെന്റ് ഉണ്ട്, ലബോറട്ടറി സർവീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെ 19 കോർ കമ്മിറ്റികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെന്താണെന്ന് ചോദിച്ചാൽ വൺ ഹെൽത്ത് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി. അപ്പം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങൾ തുടങ്ങിയവയുടെ ഇതിനെല്ലാം പ്രത്യേക വനം വകുപ്പിനെ വരെ ഇതിനകത്ത് സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു പ്രത്യേക സമിതി. ഇങ്ങനെ വലിയ വിശാലമായ ഒരു അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞുപോയ 2 സർക്കാരുകൾ ആരോഗ്യ മേഖലയെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നിപയാണെങ്കിലും കോവിഡ് ആണെങ്കിലും ഈ പറയുന്ന കുരങ്ങുപനി, പന്നിപ്പനി, കോഴിപ്പനി എന്നൊക്കെ പറയേണ്ടി വരുന്നില്ലേ, ഇതിനെയെല്ലാം കൃത്യമായി പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പക്ഷിപ്പനി അടക്കമുള്ള സാധനങ്ങൾ പിടിച്ചു കെട്ടാൻ വേണ്ടി മൃഗസംരക്ഷണ വകുപ്പുമായി വരെ വനം വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഒരുപാട് മാതൃകകൾ ഉണ്ടായിരുന്നു. അതായത് ശൈല ടീച്ചർ കൊണ്ടുവന്ന മാതൃകകൾ ഉണ്ടായിരുന്നു, വീണ ജോർജ് കൊണ്ടുവന്ന മാതൃകകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ, അദ്ദേഹത്തെ ആരോ ഉള്ള കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഒരു കമന്റ് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ എന്തോ ഇടയിൽ താഴെ അയാൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ് എടുത്തിരിക്കുകയാണ്. അത്രയ്ക്ക് പേടിത്തൊണ്ടരാണോ ഈ മുരളീധരൻ എന്ന് പറയുന്നത്? കലാപാഹ്വാനത്തിന് ആ കമന്റ് ഇട്ട ഒരാൾക്കെതിരെ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവിടെ കേരളത്തില് അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പം ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് മുന്നിൽ, അല്ലെങ്കിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്ക് മുന്നിൽ നിരവധി മാതൃകകളുണ്ട്. പുള്ളിക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഡോക്ടർമാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ കമ്മിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സംഭവം ശരിയാണ്, നല്ല കാര്യമാണ്. അത്തരത്തിലുള്ള കമ്മിറ്റികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. നമ്മുടെ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല, ഇവിടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം. ഇവിടെ ജന്തുജന്യ രോഗങ്ങളാണെങ്കിലും, ഇനി അതല്ല ജലജന്യ രോഗങ്ങളും വായുജന്യ രോഗങ്ങളും, എന്ത് രോഗങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ സമൂഹത്തിനകത്ത് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ ഇതുവരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് വലിയ പരാജയത്തിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഈ പറയുന്ന ശൈല ടീച്ചർ അധികാരമേൽക്കുന്ന സമയത്ത് നമ്മുടെ ആശുപത്രികളൊന്നും ഇത്രത്തോളം ആധുനികീകരിക്കപ്പെട്ട സംവിധാനമൊന്നുമല്ല. 10 വർഷത്തിന് മുമ്പാണെന്ന് ആലോചിച്ച് നോക്കണം. 10 അല്ല, ഏകദേശം ഒരു 8 വർഷത്തിന് മുമ്പാണ് സംഭവമാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ ആശുപത്രികൾ ഇത്രത്തോളം സജ്ജീകരിക്കപ്പെട്ടിരുന്നില്ല. ആ ആശുപത്രികളെ പൂർണ്ണ സജ്ജമാക്കിക്കൊണ്ടാണ് ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്. 8 വർഷത്തിന് മുമ്പുള്ള കേരളത്തിന്റെ അവസ്ഥ നമ്മൾ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ വെറുതെ 8 വർഷം എന്ന് പറയാം. ഈ 8 വർഷത്തിനിടയ്ക്ക് പിന്നെ 10 വയസ്സുണ്ടായിരുന്ന ഒരാൾ ഇത്തവണ വോട്ട് ചെയ്തു. ഇത്തവണ 18 വയസ്സായവൻ വോട്ട് ചെയ്യുകയാണ്. അതാണ് ഈ 8 വർഷം എന്ന് പറയുന്നത് വലിയ മാറ്റം. പലർക്കും ഈ പറയുന്ന പോലെ 10 വയസ്സുള്ളവരൊക്കെ 18 വയസ്സായി എന്ന് പറയുന്ന വലിയ മാറ്റമുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ 8 വർഷത്തിന് മുമ്പ് ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് വല്ലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായി. അപ്പൊ അത്രത്തോളം മാറ്റം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. നമ്മുടെ ജീവിത രീതിയിൽ പോലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളിൽ പോലും ഇന്ന് രൂപമാറ്റങ്ങൾ സംഭവിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ അത്രത്തോളം പഴകി നിന്ന ഒരു തന്നെയുമല്ല, VS ശിവകുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇറങ്ങി പോകുമ്പോൾ ആരോഗ്യ മേഖല തകർച്ചയുടെ വക്കിലായിരുന്നു. അപ്പോൾ അത്രയും തകർന്നു കിടന്ന ഒരു ആരോഗ്യ സംവിധാനം വെച്ചിട്ട് വേണമായിരുന്നു നിപ എന്ന് പറയുന്ന രോഗത്തെ പ്രതിരോധിക്കാൻ. തുടർന്ന് വന്ന കോവിഡ് എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വളരെ കൃത്യമായി അന്ന് സർക്കാർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇന്ന് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇനി പുതുതായി ഒന്നും ചെയ്യണ്ട. നിലവിലുള്ള സംവിധാനങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി, അതിനെ ക്രോഡീകരിച്ചാൽ മാത്രം മതി. അതാണ് ശരിക്കും കെ മുരളീധരന് കിട്ടിയ ഏറ്റവും വലിയ ലക്കിയസ്റ്റ്
പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കും കെ മുരളീധരൻ. എല്ലാവരും കഴപ്പണക്കെട്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ശരി, ഞാൻ പറയും ഏറ്റവും ലക്കിയസ്റ്റ് ആണ്. കാര്യം അദ്ദേഹത്തിന് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചു കൊടുത്ത മുൻ സർക്കാരുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളിക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് പ്രൈവറ്റലൈസ് ചെയ്ത് അടങ്ങും എന്ന് പറയുന്ന വാശിയാണ് കെ മുരളീധരനെങ്കിൽ ഓക്കെ. പക്ഷേ ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രൈവറ്റലൈസേഷനിലേക്ക് പോകാനും പാടില്ല. അത് തെറ്റായ സമീപനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ.